ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് ടപ്പിന്നെല്ലാം കാണാം. ആവശ്യത്തിനുള്ള സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെമ്മീൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അരി, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പൈനാപ്പിൾ, പിന്നെ അതിലോട്ട് ആവശ്യമായ മുളക്, കട്ട് ചെയ്ത് വെച്ച കുറച്ച് തക്കാളി, മല്ലിയില, പുതിനയില, ഇത്രയാണ് ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് ചട്ടി ചൂടാക്കുക. അതിലോട്ട് കാഷ്നട്ടും കിസ്മിസും ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അതിലൽപ്പം നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വറുത്തെടുത്ത ശേഷം നമ്മളിതിലോട്ട് കുറച്ച് സവാള ഫ്രൈ ചെയ്യുന്നതും കൂടെ എടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതോടെ കഴിയും. ഇനി അതേ എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുക. മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ അതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ ചെമ്മീനും നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. ചെമ്മീൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിക്കാം. അതിന് ആവശ്യത്തിനുള്ള വെള്ളം, അതിൽ ഗരം മസാലാസ് എല്ലാം ഇടുക. കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ്, ഉപ്പ് എന്നിവയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ചെമ്മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് മാറ്റിയെടുക്കാം. അടുത്ത സ്റ്റെപ്പ് മസാല ഉണ്ടാക്കലാണ്. അപ്പോൾ അതിനായിട്ടൊരു പാത്രം വെക്കാം. നന്നായിട്ട് ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് അതിലോട്ട് അല്പം ഉലുവ ചേർക്കാം. ഉലുവയും നന്നായിട്ട് ഇതായ ശേഷം നമുക്ക് അതിലോട്ട് സവാള ചേർക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്ന ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്ത് ഒന്നും കൂടി വീണ്ടും മിക്സ് ആക്കുക. അതിനുശേഷം കുറച്ച് മുളക് ഇട്ട് കൊടുക്കുക. നമ്മുടെ എരിവനുസരിച്ച് എത്ര മുളക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അത് ഒന്ന് വഴന്ന ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് വെച്ചൊന്ന് തുറന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് മസാലപ്പൊടികളിടാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, വലിയ ജീരകം പൊടിച്ചത്, ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അതിലോട്ട് അല്പം തൈര് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഏത് തൈര് വേണമെങ്കിലും യൂസ് ആക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നോക്കിയ ശേഷം ആവശ്യത്തിന് വീണ്ടും ഉപ്പിട്ട് കൊടുക്കണം. ഇനി അല്പം മല്ലിയില ഇട്ട ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചെമ്മീനും കൂടി ഇതിലോട്ട് ഇട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലിപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഒന്ന് അടച്ച് കുറച്ച് നേരം വേവിക്കുക. അരി ഇട്ട ശേഷം അതിൽ അല്പം നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിക്കണം. ചോറ് വെന്ത ശേഷം അത് ഊറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിത് ദമ്മിടാം. ആദ്യം നമ്മൾ റൈസാണ് ഇടുന്നത്. അതിൻ്റെ മേലെ നമ്മൾ വേവിച്ച് വെച്ച മസാല എല്ലാം ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് എല്ലായിടത്തും ആയ ശേഷം വീണ്ടും നമ്മൾ റൈസ് ഇടണം. അതിൻ്റെ മേലെ വീണ്ടും റൈസ് ഇട്ട ശേഷം കുറച്ച് കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ കൂടെ ഇടാം. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും റൈസ് ഇടണം. ഇനി ഇതിൻ്റെ മേലെ ഫ്രൈ ചെയ്ത് വെച്ച സവാള വീണ്ടും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ വീണ്ടും നമ്മൾ റൈസ് ഇടുന്നുണ്ട്. റൈസ് ഇട്ട ശേഷം നേരത്തെ ഇട്ട പ്രോസസ്സ് വീണ്ടും ചെയ്യാം. ഫ്രൈ ചെയ്ത സവാള, നമ്മൾ വറുത്ത് വെച്ച കാഷ്നട്ട്, കിസ്മിസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ, മല്ലിയില, പുതിനയില വീണ്ടും ഇട്ട് കൊടുക്കണം. ഇനി എല്ലാത്തിൻ്റെ മേലായിട്ട് കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം. യെല്ലോ കളറിനായിട്ട് മഞ്ഞൾപ്പൊടി കലക്കി വെച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ദം ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചോറ് ഇറക്കിയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്തെടുക്കാം. അങ്ങനെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് പപ്പടവും സലാഡും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.